ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നിരന്തരമായ രോഗഭീതി പൈശാചികമാണോ? ഒരു വ്യക്തി കർത്താവിങ്കിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ എല്ലാ മേഖലകളിലും സമാധാനവും സന്തോഷവും ഉണ്ടാകണം. കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലങ്ങളിലെല്ലാം നമ്മൾ നോക്കിയാലും രോഗത്തിലുള്ളവരുടെ രോഗത്തിന് അവിടുന്ന് സൗഖ്യം നൽകി, ഭൂതബാധിതർക്ക് ഭൂതബാധകളിൽ നിന്ന് വിടുതൽ നൽകി, അവർക്കൊക്കെ സമാധാനമുണ്ടായി, സ്വസ്ഥതയുണ്ടായി. ദീർഘവർഷങ്ങൾ രക്തസ്രവത്താൽ പ്രയാസപ്പെട്ടിരുന്ന രക്തസ്രവക്കാരിയായ സ്ത്രീയോട് തന്നെ ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക, സമാധാനമായിരിക്കുക. ഈ ഒരു സമാധാനം ശരിക്കും ഒരു വ്യക്തി അവൻ്റെ ശരീരത്തിലും മനസ്സിലും അനുഭവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, പലർക്കും ഈ ഒരു സമാധാനം അനുഭവിക്കുവാനായിട്ട് കഴിയാതെ അവർ ഭയങ്ങളാൽ ചുറ്റപ്പെട്ട് അല്ലെങ്കിൽ ഭയത്താൽ തളയ്ക്കപ്പെട്ട് മുൻപോട്ട് പോവുകയാണ്. ഇത് പൈശാചികമാണോ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതാണോ എന്നൊക്കെ വ്യത്യസ്തമായിട്ട് തരംതിരിച്ചറിയാനും കൃത്യമായി അതിൻ്റെ കാരണങ്ങളെ കണ്ടെത്തി യഥാർത്ഥമായ ഒരു ദൈവിക സൗഖ്യം പ്രാപിച്ച് എങ്ങനെ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ഒരു ദൈവവചന സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നത്. രോഗത്തെക്കുറിച്ച് ഭീതിയില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും രോഗഭയം ഉണ്ടാകും. രോഗം വരുമോ, പലതരത്തിലുള്ള ഭയങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ബൈബിളിൽ പോലും ഭയത്തിന് ഫോബിയ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഫോബിയോസ്. ഈ ഫോബിയോസിൽ നിന്നാണ്, ഫോബിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് തന്നെയാണ് ഫോബിയ എന്ന് പറയുന്ന ആ ഒരു പദമുണ്ടായത്. എന്നാൽ ദെയിലോസ് എന്ന് പറയുന്ന മറ്റൊരു പദമുണ്ട്. ഈ ദെയിലോസ് എന്ന് പറയുന്നത് ഹൃദയത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഭയമാണത്. ആ ഒരു ഭയം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോയെങ്കിൽ മാത്രമേ അവന് പൂർണ്ണമായും ക്രിസ്തുവിലുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് എങ്ങനെയാണ് അനുഭവിക്കേണ്ടത് എന്നുള്ളതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രിയപ്പെട്ടവർ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, അകാരണമായ ഭയം, ഈ ഭയമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ക്യാൻസർ വരുമോ, മാരകമായ രോഗം വരുമോ, തകരുമോ, ജീവിതം നശിക്കുമോ എന്നുള്ള അമിതമായ ഉത്കണ്ഠകൾ, ആകുല ചിന്തകൾ, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. ഭയമില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഭയമുണ്ട്, അസുഖം വരുമോ എന്നുള്ള പേടിയുണ്ട്. അതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഭയവും ഉത്കണ്ഠകളുമൊക്കെ അമിതമായി ഒരു വ്യക്തിയെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ മേഖലകളിൽ ആ വ്യക്തിക്ക് സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നു. പല സമയങ്ങളിലും പരിശുദ്ധാത്മ ശക്തി ഒരു വ്യക്തിയുടെ മേൽ പകരപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയുള്ള ആകുലതകൾ നീങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ അകാരണമായ ഇത്തരത്തിലുള്ള ഒരു ഭയം പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ, ആയുധങ്ങളിൽ ഒന്ന് തന്നെയാണ് ഭയം. അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ ആവർത്തിച്ച് ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത് എന്നൊക്കെ പറയുന്നത്. ഏകദേശം 350-ലധികം പ്രാവശ്യം ബൈബിളിൽ ഭയപ്പെടരുത്, ഭയപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭയത്തിന് പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ഫോബോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നുണ്ടായ ഫോബിയായും ഡെയിലിയോസ് എന്ന് പറയുന്ന ആ ഒരു പദം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് തന്നത്, സുബോധത്തിൻ്റെ ആത്മാവിനെയാണ്. ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ഒന്നും ആത്മാവിനെ അല്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഇരുളിൻ്റെ മേഖലകളുണ്ടെന്നുള്ള കാര്യവും യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ എല്ലായ്പ്പോഴും അത് അങ്ങനെയാകാനായിട്ടുള്ള സാധ്യതകളും ഇല്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അവൻ നമ്മുടെ അകൃത്യമൊക്കെയും മോചിക്കുന്നു.
നമ്മുടെ സകല രോഗങ്ങളെയും അവിടുന്ന് സൗഖ്യമാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിങ്കിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും അവന് സൗഖ്യം നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ സൗഖ്യത്തെക്കുറിച്ച് ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ രക്തസ്രവക്കാരിയായ സ്ത്രീ ദീർഘവർഷങ്ങൾ അനേക സംവത്സരങ്ങൾ രക്തസ്രവമായിരുന്നൊരു സ്ത്രീയെ ഒരുപാട് വൈദ്യന്മാർക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയാതെ ഇരുന്ന, എല്ലാ നിലയിലും ശരിക്കും പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നിരുന്നൊരു സ്ത്രീ, അവൾക്ക് കർത്താവിലൂടെയുള്ള സൗഖ്യത്തെക്കുറിച്ച് സുവിശേഷ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സൗഖ്യം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, വിശ്വാസത്തോടെയാണ് അവൾ ആ സൗഖ്യം സ്വീകരിച്ചത്. കാരണം യഹൂദന്മാരുടെ പശ്ചാത്തലം അനുസരിച്ച് ഒരു സ്ത്രീക്ക് നേരെ മുന്നിൽ പോകാനോ അല്ലെങ്കിൽ അശുദ്ധയെന്ന് സമൂഹം വിധി എഴുതിയവളായ ഈ ഒരു സ്ത്രീക്ക് സഹായിക്കാനോ അല്ലെ മുന്നിൽ കൊണ്ടുപോകാനോ സൗഖ്യം കിട്ടാനോ വഴികളൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് അവളുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ തലം അവളിൽ പ്രവർത്തിച്ചതും അവളെ വസ്ത്രത്തിൻ്റെ തൊങ്ങല്ലെങ്കിലും തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് കരുതി അവൾ പോയതും പിന്നീട് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് യേശു പറയുന്നു. ആ സ്ത്രീയെ കണ്ടുപിടിക്കുന്നു. അന്നേരം അവളോട് പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: സമാധാനമായിരിക്കുക, സ്വസ്ഥയായിരിക്കുക. അപ്പോൾ ശരിക്കും ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പഠിച്ചപ്പം ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഓരോ വ്യക്തിയും അനുഭവിക്കേണ്ടുന്ന ഒരു സ്വസ്ഥതയുണ്ട്. അതായത് ശാരീരികവും മാനസികവുമായ എല്ലാ മേഖലകളിലും ഒരു വ്യക്തി സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കണം. ആത്മീക മേഖലകളിൽ മാത്രമല്ല, ശാരീരികമായ മേഖലകളിൽ. കാരണം ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് പൈശാചിക രോഗബന്ധനങ്ങൾ എന്ന് പറയുന്നൊരു വീഡിയോ ആണ്. അന്ന് രോഗങ്ങളുടെ വിവിധ കാരണങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് കർത്താവിൻ്റെ കൃപയാൽ ആ വീഡിയോ ഉപകാരപ്രദമായിരുന്നു. ആ വീഡിയോയിൽ എങ്ങനെയാണ് സാധാരണ രോഗങ്ങളെയും പൈശാചിക രോഗങ്ങളെയും ഒക്കെ വേർതിരിച്ച് അറിയാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. നമുക്ക് സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, സ്വസ്ഥത അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ ഒരു സമാധാനവും സ്വസ്ഥതയും നിങ്ങൾ അനുഭവിക്കണം. വ്യത്യസ്തരായ ഓഡിയൻസാണ് വീഡിയോ കേൾക്കുന്നത്. എല്ലാവരും ഒരുപോലെയുള്ളവരല്ല. ഇതുവരെ കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടില്ലാത്തവരുണ്ട്, അതിൻ്റെ ഒരു ആരംഭഘട്ടങ്ങളിലായവരുണ്ട്, കുറച്ചധികം വർഷങ്ങളായിട്ടുള്ളവരായിട്ടുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവരും കേൾക്കുന്ന ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഞാൻ പറയുകയാണ്. നിങ്ങൾ നിരന്തരമായ രോഗഭീതിയാൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരിക്കലും ദൈവികമായ ഒരു സൗഖ്യം അനുഭവിക്കാതെ വെറുതെ വിടരുത്. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ ഒരു രക്ഷയെ നിങ്ങൾ അനുഭവിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഭീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആ പൈശാചികമായ ശക്തികളുടെ മേൽ, ആ ഇരുളിൻ്റെ ശക്തികളുടെ മേൽ ഒരു വലിയ ദൈവിക ജയത്തെ നേടുകയും ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന യഥാർത്ഥമായ ഒരു ആത്മീക സന്തോഷത്തെ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയാത്തവരായ ആളുകൾക്കുള്ള ഒന്നാമത്തെ പടി. അറിഞ്ഞിട്ടും ഇങ്ങനെയുള്ള ഭയത്തിൽ തുടർന്നു പോകുന്ന ആളുകളുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഒന്നാമത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവരാജ്യത്തിൻ്റെ അകത്ത് അനുഭവിക്കേണ്ടുന്ന ഒരു സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. കർത്താവ്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷയിൽ അദ്ദേഹം അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ ഒരു ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നിത്യ ജീവൻ്റെ ഉപദേശങ്ങൾ നൽകി കൊടുക്കുക മാത്രമല്ലായിരുന്നു ചെയ്തത്. തൻ്റെ അരികിലേക്ക് വരുന്നവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പൂർണ്ണമായ സൗഖ്യം യേശുവിൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യമായിരുന്നു. ഇതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചിലരങ്ങ് ഭയങ്കരമായ ആത്മീയതയിലേക്ക് പോയി അവർ പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലെ വിടുതലിനെക്കുറിച്ച് ബോധവാന്മാരേ അല്ല. അത് പാടില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആരോഗ്യമുള്ള ശരീരം, സമാധാനമുള്ളൊരു ജീവിതം, നിരന്തരം രോഗങ്ങൾ, നിരന്തരം സൗഖ്യമില്ല, ശാരീരികവും മാനസികവുമായ മേഖലകളിൽ
വല്ലാത്ത അവസ്ഥയിൽ തളയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ കാരണം കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ ക്ഷീണിച്ചു പോകാനായിട്ട് ഇടയായിത്തീരും. കൃത്യമായി എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചികമായ എന്തെങ്കിലും ശക്തികളുണ്ടോ, ഇത്തരത്തിലുള്ള ഭീതി. ഞാൻ പറഞ്ഞ എല്ലാ മനുഷ്യരിലും ഈ ഒരു ഭീതിയുണ്ട്. പക്ഷേ ഭീരുക്കളെ അവിശ്വാസികളാകാതെ വിശ്വാസികളായിരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഭയവും നമ്മെ നിയന്ത്രിക്കാനായിട്ട് പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ വീണ്ടും ഭയത്തിൽ തന്നെ തളയ്ക്കപ്പെട്ട് മുൻപോട്ട് അകാരണമായ ഉത്കണ്ഠകൾ, എനിക്ക് രോഗം വരുമോ, ഞാൻ മരിക്കുമോ, പിന്നെ മാരകമായ രോഗത്തിന് ഞാൻ അടിമപ്പെടുമോ, ഞാൻ തളർന്നു കിടക്കുമോ. വളരെ രസകരമാണ് ഓരോ ആളുകളുമായിട്ട് ഒക്കെ സംസാരിക്കുമ്പോൾ. 10, 16, 17 വർഷത്തിലധികമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ, കുറച്ചധികം ആളുകളുടെ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ അവരുടെ വ്യക്തിപരമായ ജീവിതവും അവരുടെ ആത്മീയ നിലവാരവും ഒക്കെ കുറേ ആളുകളുടേത് മനസ്സിലാക്കിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. പല ആളുകളും അവരുടെ ഉള്ളിൽ അവർ സംതൃപ്തരല്ല. ആ ഒരു സംതൃപ്തി എങ്ങനെ നേടാനായിട്ട് പറ്റും? യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ദൈവിക വിടുതൽ പല ആളുകൾക്കും അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ അവരെ നടത്തുന്നവർ ആ ഒരു നിലയിലേക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ, അവരുടെ ജീവിതത്തിലെ ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനോ, അതിനെ തരണം ചെയ്യാനോ, ആത്മീകമായ ആലോചനകൾ അവർക്ക് കൊടുക്കാനോ, അവരെ കൈപിടിച്ച് നടത്താനോ ഒന്നും അവർ കൂടി നിൽക്കുന്നിടത്ത് പോലും അല്ലെങ്കിൽ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ ഒരു കാര്യം. ചില വിഷയങ്ങളിൽ ഒറ്റയടിക്കുള്ള ഒരു പെട്ടെന്നുള്ള എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത്, പെട്ടെന്നുള്ള ഒരു വിടുതൽ പ്രകടമായ നിലയിൽ ഉണ്ടാകണമെന്നില്ല. ഇങ്ങനെയുള്ള പൈശാചികമായ ഭീതി, നിരന്തരമായ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് അതിന് അല്പം സാവകാശവും സമാധാനവും ആവശ്യമാണ്. മാനസികമായ സൗഖ്യങ്ങൾ, മാനസികമായ മേഖലകളിലെ സൗഖ്യങ്ങൾ ആവശ്യമായിട്ടുള്ള ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തെ ക്ഷമയോടെ ഏറ്റെടുത്ത് ക്ഷമയോടെ ദൈവസന്നിധിയിലിരുന്ന് അതിനെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. നല്ല നിലത്ത് വീണ വിത്ത് നമുക്ക് അറിയാമല്ലോ, 60, 30, 60, 100 അങ്ങനെ മേനിയായിട്ട് ഒക്കെ ഫലം കായ്ക്കുന്ന വിത്തിനെക്കുറിച്ച് പറയുമ്പം അവിടെ ക്ഷമയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്ന് പറയുന്നൊരു പദം ശ്രദ്ധിക്കണം. ക്ഷമയോടെ. അപ്പം അത് പറഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലം അങ്ങനെയാണെങ്കിലും ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാം. ദൈവത്തിൻ്റെ വചനം ശാന്തമായി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ക്രിയ ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവകൃപയിൽ ഒരു വ്യക്തി നിരന്തരമായി ദൈവസാന്നിധ്യത്തിന് പ്രാധാന്യം നൽകി പിശാചിന് കടന്നു വരുവാനായിട്ടുള്ള വഴികൾ, ജീവിത വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന, ദൈവിക വിശുദ്ധി തടയപ്പെടുന്ന, ദൈവപ്രവൃത്തി ഇല്ലാതാക്കുന്ന എന്തെങ്കിലുമൊക്കെ മേഖലകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വാതിലുകളെല്ലാം അടച്ച് മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ പൂർണ്ണമായും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നിന്നുള്ള ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ ഒരു വ്യക്തിക്ക് ലഭിക്കത്തുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ആ ഒരു വിടുതൽ നിലനിൽക്കാതെ മുമ്പോട്ട് പോകും. ഇതിനു മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിടുതലുകൾ നിലനിൽക്കാത്തതിൻ്റെ കാരണം അശുദ്ധാത്മാവ് തന്നെ ഒരു മനുഷ്യനെ വിട്ട് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ, നീരില്ലാത്ത സ്ഥലങ്ങളിൽ ചുറ്റി നടന്നതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ആ വീട് അലങ്കരിച്ചതായി, വെടിപ്പുള്ളതായി കാണും, പക്ഷേ ഒഴിഞ്ഞതായി എന്നുള്ളതാണ്. മത്തായി സുവിശേഷത്തിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. എംറ്റി എന്നുള്ളതാണ്. എംറ്റി, അതായത് ഒഴിഞ്ഞു കിടക്കുകയാണ്. ശരിക്കും പരിശുദ്ധാത്മ ശക്തിക്ക് മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നിറയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് തന്നെ സൗഖ്യം കൊടുത്ത പലരോടും പറഞ്ഞത്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് മേലിൽ പാപം ചെയ്യരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവികമായ പല വിടുതലുകളും അനുഭവിക്കുന്ന പല അനുഗ്രഹങ്ങളും വഴിയിൽ വെച്ച് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം തന്നെ നമ്മളറിയാത്ത നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം. നിസ്സാരമായ കാര്യം ചിലപ്പോൾ കോപമായിരിക്കും. ഈ പരിശുദ്ധാത്മാഭിഷേകത്തിനൊക്കെ തടസ്സമായി കോപം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഈ ഒരു കാര്യത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചപ്പം വർഷങ്ങളായി ദൈവാത്മശക്തി പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, പക്ഷെ പറ്റുന്നില്ല. അപ്പം നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ കണ്ണിലൂടെ
പ്രാർത്ഥനാ സമയങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ആ മേഖലകളെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സ്ഥായിയായ സ്ഥിരതയുള്ള ഒരു വിടുതൽ നടക്കത്തുള്ളൂ. ദുഃഖകരമെന്ന് പറയട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. പലരും പോയി പല തട്ടിപ്പിൽ പെട്ടുപോവുകയാണ്. ചിലർ വിചാരിക്കുന്നത് ഒറ്റയടിക്ക് പ്രാർത്ഥിച്ചു, ഇതെല്ലാം കിട്ടി, ഇനി എങ്ങനെയും നടക്കാം, എങ്ങനെയും ജീവിക്കാം. അങ്ങനെ ഒന്നും നടക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒരു പാത്രത്തിൽ ഒരു ചെറിയ ഒരു സുഷിരം ഉണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വെള്ളം ആ പാത്രത്തിൽ നിറയ്ക്കുന്നു, എത്ര നമ്മൾ നിറച്ചാലും പിന്നീട് ആ സുഷിരത്തിലൂടെ ഇതെല്ലാം ഇല്ലാതെയായി പോകും. അപ്പം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ നിരന്തരമായ രോഗഭീതി, നിരന്തരമായ മരണഭീതി, ഇതൊട്ടുമിക്കതും തന്നെ ദൈവികമല്ല, ഇത് പൈശാചികമാണ്. ഇത് പൈശാചികമാണെന്ന് പറയാനായിട്ടുള്ള കാരണം ചില മനുഷ്യരുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇപ്പം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഭയത്തെക്കുറിച്ചുമൊക്കെ കൂടുതലായി പഠിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോ കൂടുതൽ, കാരണം ഒത്തിരി ചെറുപ്പക്കാരിൽ ഇങ്ങനെ ഈ ഒരു ഭയം വരുന്നുണ്ട്. അപ്പം ഈ അമ്മമാരുടെ വയറ്റിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ഭയം വരെയുണ്ട്. അപ്പം ശരിക്കും ആന്തരികമായ ഒരു സൗഖ്യമാണ് ഈ ഒരു വിഷയത്തിൽ ആവശ്യം. ബാഹ്യമായ നമ്മൾ ഈ കൈപിടിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടോ ശാസിച്ചതുകൊണ്ടോ ഒന്നും പോകുന്നതല്ല. ശരിക്കും ഒരു വ്യക്തിയുടെ ആന്തരികമായ മേഖലകളിൽ അവന് സൗഖ്യം ഉണ്ടാകണം. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ ഒരുവൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ഉള്ളിൽ തന്നിരിക്കുന്നു. എന്തിനാണ് ശരിക്കും ഉള്ളിൽ തന്നിരിക്കുന്നത്? ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ഹൃദയം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒന്നും ഉള്ളതല്ല. അപ്പം ഇത്തരത്തിലുള്ള രോഗഭീതികളും ഇത്തരത്തിലുള്ള നിരന്തരമായ ഭീതിയും ഉത്കണ്ഠകളും ഒക്കെ മാറണമെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഭാഗികമായിട്ടുള്ളതല്ല, കർത്താവിങ്കിലേക്ക് വരികയും ദൈവവചനത്തിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വരികയും ചെയ്യണം. അതിന് ക്ഷമയോടെ അച്ചടക്കമുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ്, വേർപാടിലും നിരന്തരമായി ദൈവത്തോടുള്ള ബന്ധത്തിലും ചിലപ്പോൾ കുറച്ച് നാളുകൾ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വളരെ അച്ചടക്കത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്ത് വിശുദ്ധിയിലും ദൈവകൃപയിലും ദൈവസാന്നിധ്യത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് പൂർണ്ണമായുമുള്ള ഒരു മോചനം സാധ്യമാകുകയുള്ളൂ. ദുഃഖകരമെന്ന് പറയട്ടെ, പലരും അവർക്കതിനെ തിരിച്ചറിയാൻ കഴിയാതെ അവരതേ നിലയിൽ മുമ്പോട്ട് പോകുമ്പോൾ വർഷങ്ങൾ ഇവർ ഇത്തരത്തിലുള്ള രോഗഭീതികളിൽ പൈശാചികമായ മാനുഷികമായ രോഗചിന്തകളിൽ പിടിക്കപ്പെട്ടവരായി അവർ ബന്ധിക്കപ്പെട്ട് അവർ പ്രാർത്ഥിക്കാൻ കഴിയാതെ അവിശ്വാസം ഹൃദയത്തിൽ കയറി ദൈവശബ്ദം പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ മുമ്പോട്ട് പോകുന്നവരായ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഈ പറഞ്ഞ ഒറ്റ കാര്യം, രക്തസ്രവക്കാരിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യം, ബാധയൊഴിഞ്ഞ് നീ സ്വസ്ഥയായിരിക്കുക, സമാധാനമായിരിക്കുക. വലിയ കാറ്റും കോളുമൊക്കെ പടലിന് നേരെ ആഞ്ഞടിച്ചപ്പോഴും ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭീരുക്കൾ ആകുന്നത്? ഈ ഭയം എന്ന് പറയുന്ന കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആ പദങ്ങൾ, അതിൻ്റെ ആഴമായ ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു ഭയമായി ഈ ഭയം മാറി മനസ്സ് വല്ലാത്ത ഒരു രീതിയിലാകുകയും ശരീരം തളരുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ദൈവിക സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയാതെ പോകും. യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ദൈവരാജ്യത്തിൻ്റെ ഒരു യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ശരീരത്തിലും മനസ്സിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളത് അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൂടെ നമ്മളൊരു അനുഗ്രഹമായി ഇങ്ങനെയുള്ള കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തിയത് കൊണ്ടോ അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ സംബന്ധിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ദൈവം നിങ്ങളെ എവിടെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ആരാധനയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആഴമായ ഒരു വിശുദ്ധ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങൾ പാപങ്ങൾ ഒക്കെ മനസ്സിലാക്കി ആത്മീകമായ വെളിപ്പാട് ഉള്ളവരോടുകൂടെ, ആത്മീകമായ വെളിപ്പാടും ദൈവകൃപയും ഉള്ളവരോടുകൂടെ നിങ്ങൾ സഹകരിച്ച് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയാൽ പെട്ടെന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട്
കർത്താവിലൂടെ ലഭ്യമാകുന്നിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിപ്പാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി യഥാർത്ഥമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ആ വചനത്താൽ ഹൃദയത്തെ നിറയ്ക്കുക, ദൈവസാന്നിധ്യത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുക. ഇത്തരത്തിലുള്ള ഭയം, പൈശാചികമായ ചിന്തകൾ, ഈ ചതിക്കുന്ന മനസ്സെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊരു മെസ്സേജ് പിന്നീട് നിങ്ങൾക്ക് തരാം. ചതിക്കുന്ന മനസ്സിനെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് വചനത്താൽ ഇതിനെ ജയിച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ സാവകാശം നിരാശപ്പെട്ടു പോകാതെ യഥാർത്ഥമായ പ്രശ്നങ്ങളുടെ കാരണം തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ ഉള്ളൊരു ജീവിതം നയിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അടുത്ത ദിവസങ്ങളിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ ചെയ്യാനായിട്ട് ദൈവകൃപയെ ശരണപ്പെടുകയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിരന്തരമായി രോഗഭീതിയിലും ആകുലതകളിലുമൊക്കെ കഴിയുന്ന അനേക ആളുകളുണ്ട്. കർത്താവേ, ഇതൊക്കെ ഞങ്ങളുടെ ഭയവും ഒക്കെ മനുഷ്യ സഹജമാണെങ്കിലും അത് ആരെയും നിയന്ത്രിക്കാനും അവരെ പിന്നിലോട്ട് കൊണ്ടുപോകുവാനും അവരുടെ ജീവിതത്തെ ബാധിക്കാനും അനുവദിക്കാതെ ദൈവരാജ്യത്തിൽ യഥാർത്ഥമായി ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ആ ഒരു യഥാർത്ഥ സമാധാനം, യഥാർത്ഥ സന്തോഷം അവർക്ക് അനുഭവിപ്പാൻ കർത്താവ് കൃപ നൽകണമേ. ശരീരാത്മദേഹികളെ അവിടുന്ന് വിടുവിക്കണമേ. ആമേൻ. ഹൃദയങ്ങളെയും നിലവുകളെയും ഒക്കെ ക്രിസ്തുവേശുവിങ്കിൽ കാക്കുമെന്നുള്ള വചനം പോലെ വലിയ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ, വലിയ കൃപയുടെ മറവിൽ ഞങ്ങളുടെ മക്കളെ മറയ്ക്കണം. അവിടുത്തെ വരവിനായിട്ട് ഒരുക്കണം. പ്രാർത്ഥന എടുത്തുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ.